ഇന്ന് നമ്മുടെ വണ്ണസിൻ്റെ സ്ലീപ്പർ ബസ് ഞാൻ ഓടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കുറേ നാളായി ആഗ്രഹിക്കുന്നു അതുപോലത്തെ ഒരു ബസ് ഓടിക്കണമെന്ന്. അപ്പോൾ ആ ഒരു ബസ് എടുക്കാൻ വേണ്ടി ഗൈസ് നമ്മൾ ഓൺ ദ വേയിലാണ്. ഞാനിപ്പം എന്താണ്ട് പോകുന്ന വഴിക്ക് ഒരു ഹൈ റേഞ്ച് വഴിയാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നോവ ക്രിസ്റ്റലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല മഴയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല മഴയാണ്. നമുക്ക് പെട്ടെന്ന് വണ്ടിക്കകത്ത് അങ്ങ് കയറിയേക്കാവേ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്ന കാണാനായിട്ട് പറ്റും. ഈ ഒരു ഹൈ റേഞ്ച് ഒരു സൈഡിലാണ് ഈ ഒരു ബസ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു ബസ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഈ ഒരു ട്രിപ്പോ കാര്യങ്ങളോ അതിനൊന്നും പോകുന്നതല്ല, നമ്മൾ ജസ്റ്റ് ഒരു റൈഡിന് വേണ്ടി മാത്രം പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഗൈസ് എവിടെയെങ്കിലും നമുക്ക് വല്ല ചെറിയ ചെറിയ വഴികളുണ്ടെങ്കിൽ അതുവഴിയൊക്കെ വണ്ടി കയറ്റാവേ. എന്തായാലും മഴ നിന്നിട്ടുണ്ട്. ഇത് എന്താണ് ഗൈസ്, ചെറുതായിട്ടൊന്ന് വന്ന് പെയ്തിട്ട് അങ്ങ് പോകും. ഓക്കെ, അപ്പം നമുക്ക് പെതിയെ ഗൈസ് വണ്ടി അങ്ങ് എടുത്തേക്കാം. എന്തായാലും വൈകുന്നേരമാണ് ഞാനിപ്പം ഇറങ്ങിയിരിക്കുന്നത്. രാത്രിയിലാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ടൈം ഞാൻ ചൂസ് ചെയ്തതിൻ്റെ മെയിൻ കാരണം നമുക്ക് തിരക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ റേഞ്ചിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രാത്രിയിൽ അങ്ങ് പോകുന്നത്. ഈ ഒരു ഹൈ റേഞ്ച് വഴി തന്നെ വേണം നമ്മുടെ ആ ഒരു വോൾവോ ബസ് ഓടിക്കാനായിട്ട്. അപ്പോൾ എന്താകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം ആദ്യമായിട്ട് ഓടിക്കാൻ പോവാണ്. അതിനെത്ര 12 ഗിയർ എങ്ങാണ്ടാണ് ഗൈസ് വരുന്നത്. പക്ഷെ എൻ്റെ മോനെ ഗൈസ് വേറെ ലെവലായിരിക്കും കേട്ടോ. എന്തായാലും ഇപ്പം എന്താ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള തിരക്കൊന്നും റോഡിൽ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓടിച്ചേക്കാവേ. നമ്മുടെ ആ ഒരു ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് നല്ല ദൂരമുണ്ട്. ഇന്നെന്തായാലും അവർക്ക് ഓട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓട്ടം ഉണ്ടായിരുന്നെങ്കിൽ കേസ് നമുക്ക് വണ്ടി കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചോദിച്ചപ്പം കേസ് എന്തായാലും വണ്ടി സെറ്റായിട്ടുണ്ട്. ഒക്കെ നമുക്ക് ഇവിടുന്ന് അങ്ങ് ഓവർടേക്ക് ചെയ്ത് ഞാൻ മാക്സിമം ഓവർടേക്ക് ചെയ്താണ് കേട്ടോ പോകുന്നത്. എല്ലാ വണ്ടികളും നല്ല പെതിയെയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് പെതിയെ പോകുന്നത് ഇഷ്ടമല്ല. അയ്യോ ഇപ്പോൾ ഇടിച്ചാണ് എൻ്റെ മോനെ. കേസ് പെതിയെ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. നമ്മൾ ആവേശം കൂടി അങ്ങനെ കത്തിച്ച് വിടുവാണ്. ഒരു നോർമൽ റോഡിൽ ആവേശം എടുക്കുന്ന പോലെ ഈ ഒരു ഹൈ റേഞ്ചിൽ ആവേശം എടുക്കുവാണെങ്കിൽ ഞാൻ നേരെ കൊക്കയ്ക്കകത്ത് പോയി കിടക്കുവേ. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു വണ്ണസ് ഓടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വണ്ണസ് ചൂസ് ചെയ്തത്. എന്തായാലും വണ്ണസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൈ ദ വേ ഗൈസ്, എൻ്റെ ഇന്നോവ ക്രിസ്റ്റ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുറച്ച് നമ്മൾ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ലൈറ്റിൻ്റെ അവിടെ കാണാൻ വരുവാണെങ്കിൽ ശരിക്കും വണ്ടി ഒന്ന് കാണിക്കായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് വണ്ടി കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇനി എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഒരു വണ്ടിയിലായിരിക്കും ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അലോ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ണസ് എവിടെ ആയിരുന്നു ഗൈസ് കിടക്കുന്നത് അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവരൊരു ലൊക്കേഷൻ അയച്ച് തന്നായിരുന്നു, ഞാൻ നോക്കട്ടെ. ഫൈനലി ഗൈസ് നമ്മുടെ ആ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബസ് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ബസ്സിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ശരിക്കും കാണാനായിട്ട് പറ്റത്തില്ല. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ടിട്ട് രാവിലെ വണ്ടി എടുക്കത്തുള്ളൂ. എന്തായാലും ഇവിടുന്ന് നമുക്കിപ്പം തൽക്കാലം വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. കുറച്ചൊരു നൈറ്റ് ഡ്രൈവ് ഒന്ന് പോയതിന് ശേഷം ബാക്കി നമുക്ക് രാവിലെ പോവാം. അകത്തെ കർട്ടൻസും കാര്യങ്ങളും എല്ലാം തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ വണ്ടിക്കകത്ത് അങ്ങ് കയറിയേക്കാം. ഇവിടുന്ന് നമുക്ക് യൂ ടേൺ അടിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടെ വണ്ടി തിരിയുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. കാരണം കയറ്റമൊക്കെ ആയതുകൊണ്ട് അവിടുന്ന് വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്. എന്തായാലും ഇവിടെ തിരിഞ്ഞ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പെതി അങ്ങോട്ട് വണ്ടി എടുക്കുകയാണ്. വേറെ വണ്ടികളൊന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒന്നും വരുന്നില്ല. ഓക്കെ, ഇപ്പുറത്തുനിന്നൊരു ഇതും കൂടെ പോയിട്ട് ഗൈസ് നമുക്ക് പെതി അങ്ങോട്ട് എടുക്കാവേ. ഓക്കെ ഗൈസ്, ഒന്ന് റിവേഴ്സ് എടുക്കേണ്ട വരും. ഓക്കെ, റിവേഴ്സും കൂടെ. ഓക്കെ ഗൈസ്, വണ്ടി എന്തായാലും തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാവേ. ഓക്കെ, എൻ്റെ മോനെ ഗൈസ്, അപ്പം എന്താ നമ്മുടെ ഒരു വോൾവോ വണ്ണസ് നമ്മൾ ഓടിക്കാൻ പോവുകയാണ്. ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇത്ര നീങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ രണ്ട് 6ാമത്തെ ഗിയർ ഇട്ടിരിക്കുകയാണ്. 12 ഗിയറാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് മാത്രമേ ചെറിയൊരു ടാസ്ക് ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വിട്ടേക്കാം. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പം വലിയൊരു കുത്തനൊരു കയറ്റം വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ശരിക്കും അങ്ങോട്ട് കയറിയാൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. അതങ്ങ് കയറി കിട്ടുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് വലിയ കയറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കയറ്റം എന്താണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വേറെ വണ്ടിയൊന്നും വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുവഴി ഈ സൈഡ് അങ്ങ് ചേർത്തെടുത്തേക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡ് ചേർത്തെടുക്കുമ്പോഴാണ് നമ്മുടെ വണ്ടി കയറാണ്ട് വരുന്നത്. ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് ഇങ്ങനെ കുടുങ്ങിയിട്ടൊക്കെ ഉള്ളതാണ്. എന്തായാലും അവിടെ നിന്ന് വേറെ വരുന്നുണ്ടല്ലോടാ. ബസ്സൊന്നും വരുന്നില്ല. ബസ്സൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഇതുപോലത്തെ ചെറിയ വണ്ടികൾ വന്നാൽ കുഴപ്പമില്ല. ഓക്കെ, ആ പുറകെ വരുന്ന ബസ് അവിടെ കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ സക്സസ്ഫുള്ളി ഗൈസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല ടാസ്ക്കാണ് കേട്ടോ. വലിയ വണ്ടിയും കൊണ്ട് വരുന്നവരാണ് ശരിക്കും പെട്ടു പോകുന്നത്.
എന്തായാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് കയറി വരാൻ പറ്റിയല്ലോ. ഇനി നമുക്ക് അങ്ങോട്ട് വണ്ടി ഓടിക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും, കാരണം മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗൈസ് നല്ലൊരു സ്ഥലം കിട്ടിയാൽ നമ്മുടെ വണ്ടി അവിടെ കയറ്റി നമുക്ക് പാർക്ക് ചെയ്തിട്ട് നാളെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകാവേ. പക്ഷേ ഈ ഒരു റോഡ് സൈഡിലൊന്നും നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നല്ലൊരു സ്ഥലം വേണം. അത് എവിടെ കിട്ടും? അയ്യോ എൻ്റെ മോനെ കേസ് ചെറിയൊരു മിസ്റ്റേക്ക് കേട്ടോ, ഒന്നും കുഴപ്പമില്ലല്ലോ. പക്ഷെ എൻ്റെ മോനെ കേസ് ഇപ്പം അങ്ങേറെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വന്നേനെ. ചെറുതായിട്ട് ഞാനൊന്ന് റോങ് സൈഡ് കയറി പോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നല്ല സ്ഥലം തപ്പട്ടെ. പക്ഷെ എൻ്റെ പൊന്നോ കേസ് അങ്ങനെ ഏകദേശം കുറേ നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം ഞാൻ വേണ്ട ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പം അങ്ങോട്ടൊരു വഴി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് വണ്ടി അങ്ങ് കയറ്റിയേക്കാവേ. അത് ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി ഇട്ടാൽ മതി. അങ്ങോട്ട് നമ്മുടെ വണ്ടി കയറുമോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ചെറിയൊരു ഓഫ് റോഡ് പോലാണ് വരുന്നത്. കുഴപ്പമില്ലായിരിക്കും അല്ലേ. അങ്ങോട്ട് കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടം വരെ ഉള്ളെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്താ വണ്ടി കയറാത്തേ ഗൈസ്? ചെറുതായിട്ട് ടാസ്ക് ആയോ? കുഴപ്പമില്ല കേട്ടോ. എന്നാലും വണ്ടി അങ്ങോട്ട് കയറുന്നില്ലല്ലോ, എന്ത് പറ്റി? ഓക്കെ, ഞാൻ മാക്സിമം കാല് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, സെറ്റ്. വണ്ടി എന്തായാലും കയറിയിട്ടുണ്ടേ. അതുകൊണ്ട് ഇവിടം വരെയുള്ള ഈ ഒരു റോഡ് ഇതെന്തോ കടകൾ എന്താണ്ടാന്ന് തോന്നുന്നു. എന്തായാലും രാത്രി ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യാവേ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബസ് ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം ബെഡ് പോലത്തെ സീറ്റുകളാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബെഡിൽ കയറി കിടന്ന് ഞാൻ ഉറങ്ങട്ടെ. ഇനി നാളെ രാവിലെ കാണാം. അങ്ങനെ കേസ് രാവിലെ ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഫുൾ സെറ്റായിട്ടുണ്ട് വണ്ടി എടുത്ത് പോകാനായിട്ട്. അപ്പോൾ ഇന്നലത്തെ ഉറക്കം നല്ല സുഖമായിരുന്നു കേട്ടോ. ഇത് AC ബസ് ആയതുകൊണ്ട് നമ്മൾ AC ഇട്ട് നല്ല സുഖത്തെ കിടന്നു. അപ്പോൾ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ വന്ന വഴിക്കൊക്കെ നല്ല രീതിയിൽ മഴയായിരുന്നതുകൊണ്ട് വണ്ടി മൊത്തത്തിൽ ഇതാണ്ട് ചെളി പിടിച്ചൊക്കെ കിടക്കുവാണ്. ഇനിയും ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് വേണം വണ്ടി ഒന്ന് കഴുകാനായിട്ട്. ഇതൊക്കെ വേണ്ട നല്ല തൂവെള്ള പോലെ ഇരുന്നാണ് കേട്ടോ. മൊത്തത്തിൽ അങ്ങ് ചെളി പിടിച്ച് ഒരു പരുവായി കിടക്കും. നമുക്ക് എന്തായാലും സംസാരിച്ച് സമയം കളയേണ്ട കേസ് നേരെ അങ്ങ് പോയേക്കാം. ഈ വഴി കൂടാണ് നമ്മൾ ഇന്നലെയൊക്കെ വന്നത്. അപ്പം നേരെ ഞാൻ പോയി വണ്ടിക്കകത്ത് കയറട്ടെ. നമുക്ക് പെതിയെ ആ ഡോറുകളൊക്കെ അങ്ങ് അടച്ചേക്കാം. ഞാൻ രാവിലെ എണ്ണിറ്റപ്പം വെറുതെ ഡോറുകളൊക്കെ ഒന്ന് തുറന്നിട്ടതാണേ. ഓക്കെ, കണ്ടോ ആ ഡോർ അടച്ചപ്പം വണ്ടി പൊങ്ങിയത്? അത് നല്ല രസമുണ്ടല്ലേ. ഓക്കെ, മെയിൻ ഡോറും കൂടെ അങ്ങ് അടച്ചേക്കാം. ഇനി നമുക്ക് നേരെ ഇവിടെ എന്തായാലും വണ്ടി ഇട്ട് തിരിക്കാനായിട്ട് പറ്റത്തില്ല, അതിനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് തന്നെ പോകേണ്ട വരും കേട്ടോ. പെതിയെ ഇതുപോലെ അങ്ങ് റിവേഴ്സ് എടുത്തേക്കാം. നല്ല രീതിയിൽ പൊടി പറക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ സ്ക്രാച്ച് വരാനും പാടില്ല. സ്ക്രാച്ച് വരുവാണെങ്കിൽ പിന്നെ അത് ഭയങ്കര ചിലവായിരിക്കും അതൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ വേണം വണ്ടി ഇറക്കാനായിട്ട്. 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്ട് അവിടെ നിന്ന് വേറെ വണ്ടികളൊന്നും വരുന്നില്ല. പെതിയെ അങ്ങ് എടുത്തേക്കാം. ആ ബസ്സും കൂടെ പോയിട്ട് ഓക്കെ, സെറ്റ് ഗൈസ്. ഇനി നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. നൈറ്റ് ഡ്രൈവ് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഡേ ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരിക്കും? വേറെ ലെവലായിരിക്കുമല്ലോ. എന്തായാലും എനിക്കൊരു സ്ഥലം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ സ്ഥലം കേസ് ഞാൻ ചൂസ് ചെയ്തതിൻ്റെ ഒരു മെയിൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുറേ മച്ചന്മാർ പറഞ്ഞായിരുന്നു ഈ റൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേസ്. ലെഫ്റ്റ് സൈഡിൽ ഇതേണ്ട ഒരു വഴി കാണുന്നല്ലോ, നമുക്ക് നൈസായിട്ട് ആ വഴി കയറ്റിയല്ലോ. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഏതെങ്കിലുമൊക്കെ ഇടവഴി കാണുമ്പോൾ അതുവഴിയെല്ലാം ഞാൻ ഈ ഒരു ബസ്സും കൊണ്ട് പോകുമെന്ന്. അപ്പം നമുക്കെന്തായാലും നേരെ ഇതുവഴി അങ്ങ് വിട്ടേക്കാം. ഇതെന്തായാലും കുഴപ്പമില്ലാത്തൊരു റൂട്ടാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ റൂട്ട് കാണാനായിട്ട്. എനിക്കെന്തോ ഇതുപോലത്തെ ചെറിയ ചെറിയ റൂട്ടുകളിലൊക്കെ ഇതുപോലത്തെ വലിയ വലിയ ബസ്സുകൾ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബസ്സൊന്നും അങ്ങനെ ഇങ്ങനത്തെ റൂട്ടൊന്നും പോയി കാണത്തില്ലായിരിക്കും. ഇതിങ്ങനെ ഹൈവേ മാത്രം ഇങ്ങനെ ഓടുന്ന ബസ്സല്ലേ. അപ്പോൾ അതിനും ഒരാഗ്രഹം കാണത്തില്ലേ ഇതുപോലത്തെ ചെറിയ ചെറിയ റോഡിലും കൂടെ ഓടണം. പിന്നെ ഞാനൊരു എക്സ്ട്രീം ഡ്രൈവർ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഏത് വണ്ടി കിട്ടിയാലും ഞാൻ ഇതുപോലത്തെ റോഡിലൊക്കെ കൊണ്ട് കയറ്റുന്നതായിരിക്കും. അടുത്ത ദിവസം ഗൈസ് ഏത് മാപ്പ് പിടിക്കണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല മാപ്പായിരിക്കണം, നല്ല രസമുള്ള മാപ്പായിരിക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു ചേസ് എടുക്കാനായിട്ടുള്ള ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കണം. എൻ്റെ ഇന്നോവ ക്രിസ്റ്റ ഗൈസ് അങ്ങ് കിടക്കുകയാണ്. ഇനിയൊരു ഡ്രൈവ് കഴിഞ്ഞ് നേരെ അവിടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടി കൊണ്ടിടാനായിട്ട് പോകുന്നത്. എന്നാലല്ലേ എൻ്റെ ഇന്നോവ ക്രിസ്റ്റ എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഏതൊരു ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓടി നേരെ ആ ഒരു മെയിൻ റോഡിൽ തന്നെ ചെല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാപ്പിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഓടി ഞാനിപ്പോൾ എന്താ വേറെ ഏതൊരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിപ്പം മെയിൻ റോഡല്ലല്ലോ. ഓക്കെ, ഇതിങ്ങനെ ഓടി മെയിൻ റോഡിൽ ചെല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഒന്ന്
ഓടി നോക്കട്ടെ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഫൈനലി ഇതേ നമ്മുടെ ഹൈവേയിലേക്ക് ഞാൻ ദാണ്ട് എത്തിയിരിക്കുകയാണ്. ഇത് റോഡ് ഇച്ചിരി കൂടെ വലുതായോ? എനിക്കങ്ങനെ തോന്നുന്നല്ലോ. മുമ്പേ നമ്മൾ കയറിയപ്പോൾ ഇത്രയും വലിയ റോഡല്ലായിരുന്നല്ലേ. ഇങ്ങനെ ഓടി വന്നപ്പോൾ എന്താ റൈറ്റ് സൈഡിൽ എൻ്റെ കണ്ണിലൊരു വഴി പെട്ടിട്ടുണ്ട്. അത് കൊള്ളാലോ. അത് ഏതോ ഒരു വില്ലേജ് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് കയറി നോക്കാം. അതും ഏതോ ഷോർട്ട് കട്ടായിരിക്കാം. കറങ്ങി തിരിഞ്ഞ് നേരെ നമ്മുടെ ഈ ഒരു മെയിൻ റോഡിൽ തന്നെ വരുമായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഈ മെയിൻ റോഡിൽ കൂടെ ഓടിച്ചോടിച്ച് മടുത്ത് ഗൈസ്. ചുമ്മാ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റോഡൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇതെന്തോ വീടുകളല്ല കേട്ടോ, കടകളാണ്. ഇനി വല്ല മാർക്കറ്റോ അങ്ങനത്തെ വല്ല സംഭവമാണോ? എന്തായാലും നല്ലൊരു എസ്തെറ്റിക് ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ, അല്ലേ? വണ്ടി വരുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലോ. വന്ന സ്ഥിതിക്ക് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ തണ്ട് പിന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് തിരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇനി ഇവിടുന്ന് കുറേ ദൂരം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈ റേഞ്ച് കാണുമായിരിക്കാം. അതിനുശേഷം ഏത് മാപ്പാണ് വരുന്നത് അതെന്തായാലും കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ആ മാപ്പ് മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല. വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആയി പോകും, നിങ്ങൾക്ക് ബോറടിക്കാനായിട്ടുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനി എന്തോരം ദൂരം ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ആ മാപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, എടുത്ത് നോക്കുമ്പോൾ എന്താണ്ട് ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് ഓടി തീർക്കട്ടെ. എന്നിട്ട് ഞാൻ ഗൈസ് അടുത്ത മാപ്പില്ലേ അവിടെ വരുമ്പം വരാവേ. അങ്ങനെ ഞാൻ ആ ഹൈ റേഞ്ച് മൊത്തം ഓടി തീർന്നിരിക്കുകയാണ്. ഓടി തീർന്നപ്പം ഗൈസ് നമ്മുടെ വണ്ടിയുടെ കോലം ഇതാണ് കേട്ടോ. ഇനി ഇവിടെ അടുത്തെങ്ങാണ് ഒരു വാഷിംഗ് സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് വണ്ടി ഒന്ന് കഴുകണം. അതിനുശേഷം വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. തിരിച്ച് ഞാൻ വേറെ റൂട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ആറൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഈ ഒരു സ്ഥലം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി മുന്നോട്ട് പോകുമ്പം ഇതിലും അടിപൊളി സ്ഥലങ്ങളായിരിക്കാം. അപ്പോൾ ഗൈസ് എനിക്കൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഇരിക്കുന്ന വീഡിയോ ആയിട്ടാണ്. ബൈ ഗൈസ്.